നമസ്കാരം. കേരളത്തിൽ നേമത്ത് ആദ്യമായി അക്കൗണ്ട് തുറന്ന ശേഷം അത് നിലനിർത്താൻ കഴിയാത്ത അവസ്ഥയാണ് ബി.ജെ.പി നേരിട്ടത്. ശിവൻകുട്ടിയും കെ മുരളീധരനും കുമ്മനവും കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നേരിട്ട് ഏറ്റുമുട്ടിയപ്പോൾ വിജയം ശിവൻകുട്ടിക്ക് ഒപ്പമായിരുന്നു. ഒ രാജഗോപാൽ സ്ഥാനാർത്ഥിയായപ്പോഴുള്ള നേമത്തെ വിജയം ആവർത്തിക്കാനാണ് ബി.ജെ.പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ തന്നെ ഇക്കുറി നേമത്ത് സ്ഥാനാർത്ഥിയായത്. നേമം, കഴക്കൂട്ടം, കാട്ടാക്കട അടക്കം 7 നിയമസഭാ സീറ്റുകളിലാണ് ഇക്കുറി ബി.ജെ.പി നേതൃത്വം പ്രതീക്ഷ അർപ്പിക്കുന്നത്. ഇതിൽ 5 സീറ്റുകളിൽ നേമം, കഴക്കൂട്ടം, മഞ്ചേശ്വരം, പാലക്കാട്, കാട്ടാക്കട അടക്കമുള്ള സീറ്റുകളിൽ വിജയം ഉറപ്പെന്നാണ് പാർട്ടി നേതൃത്വം കണക്കുകൂട്ടുന്നത്. ഇതുകൂടാതെ തിരുവനന്തപുരം, തിരുവല്ല, തൃശൂർ സീറ്റുകളിലാണ് ബി.ജെ.പി അട്ടിമറി വിജയം പ്രതീക്ഷിക്കുന്നത്. തിരുവനന്തപുരത്ത് ബി.ജെ.പി സിറ്റി ജില്ലാ പ്രസിഡന്റ് കരമന ജൈനാണ് ബി.ജെ.പി സ്ഥാനാർത്ഥി. യു.ഡി.എഫ് സ്ഥാനാർത്ഥി സി.പി ജോണും എൽ.ഡി.എഫ് സ്വതന്ത്രൻ സുധീർ കരമനയുമാണ് ഇവിടെ എതിർ സ്ഥാനാർത്ഥികൾ. യു.ഡി.എഫ് ഇക്കുറി ഉറച്ച വിജയം പ്രതീക്ഷിക്കുന്ന സീറ്റാണ് തിരുവനന്തപുരം. സിറ്റിംഗ് സീറ്റ് നഷ്ടമാകില്ലെന്നാണ് ഇടതുമുന്നണിയുടെ പ്രതീക്ഷ. പത്മജ വേണുഗോപാൽ മത്സരിക്കുന്ന തൃശൂർ സീറ്റിൽ ബി.ജെ.പി അട്ടിമറി വിജയമാണ് പ്രതീക്ഷിക്കുന്നത്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 1000-ൽ താഴെ വോട്ടുകൾക്കാണ് അന്ന് യു.ഡി.എഫ് സ്ഥാനാർത്ഥിയായിരുന്ന പത്മജ പരാജയപ്പെട്ടത്. കോൺഗ്രസ് കാലത്ത് പത്മജയ്ക്കുണ്ടായിരുന്ന വ്യക്തിബന്ധങ്ങൾ ഇക്കുറി ബി.ജെ.പിയെ തുണയ്ക്കുമെന്നാണ് സംസ്ഥാന നേതൃത്വത്തിന്റെ വിലയിരുത്തൽ. മുൻ കോർപ്പറേഷൻ മേയർ രാജൻ ജെ പല്ലനാണ് യു.ഡി.എഫ് സ്ഥാനാർത്ഥി. ആലങ്കോട് ലീലാകൃഷ്ണനാണ് ഇടത് സ്ഥാനാർത്ഥി. തൃശൂർ ഇത്തവണ ഒപ്പം നിൽക്കില്ലെന്നാണ് വോട്ടെടുപ്പ് കഴിഞ്ഞ ശേഷമുള്ള എൽ.ഡി.എഫ് വിലയിരുത്തൽ. സിറ്റിംഗ് സീറ്റ് നഷ്ടമാകുമെന്ന ഭീതി ഇടതുമുന്നണിയെ അലട്ടുമ്പോൾ തന്നെയാണ് പത്മജയിൽ ബി.ജെ.പി പ്രതീക്ഷ അർപ്പിക്കുന്നത്. തിരുവല്ലയിൽ ക്രിസ്ത്യൻ വോട്ടുകളിലാണ് ബി.ജെ.പിയുടെ പ്രതീക്ഷ. അനൂപ് ആന്റണിയാണ് എൻ.ഡി.എ സ്ഥാനാർത്ഥി. FCRA ബില്ല് കേന്ദ്രത്തിൽ സമ്മർദ്ദം ചെലുത്തി അവതരണം മാറ്റിവെപ്പിച്ചതിൽ ഒരു പ്രധാന പങ്ക് ബി.ജെ.പി നേതാവായ അനൂപ് ആന്റണിക്കുണ്ട്. എൽ.ഡി.എഫ് സ്ഥാനാർത്ഥിയും നിലവിലെ സിറ്റിംഗ് എം.എൽ.എയുമായ മാത്യു ടി തോമസും യു.ഡി.എഫ് സ്ഥാനാർത്ഥി വർഗീസ് മാമനുമാണ് ഇവിടെ അനൂപിന്റെ എതിരാളികൾ. ബി.ജെ.പിക്ക് 22,000 വോട്ടുകൾ മാത്രമാണ് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ലഭിച്ചത്.